രാജ്യസഭാ സീറ്റിലേക്ക് ആരാണെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും സമയമാകുമ്പോൾ പാർട്ടി ആലോചിച്ച് പറയേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ആയില്ല. അല്ല ഇല്ല, ഇപ്പോൾ ആ വിഷയം ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെ ലീഗിനാണ്, അതിൽ സംശയമൊന്നുമില്ല. അത് തീരുമാനമായ കാര്യമാണല്ലോ. ആരാണെന്നുള്ള സമയമാകുമ്പോൾ തങ്ങൾ പറയും. മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒഴിവരുന്ന 3 രാജ്യസഭാ സീറ്റ്, ആ സീറ്റിൽ ഒരു സീറ്റ് അത് UDF ജയിപ്പിക്കാൻ കഴിയും. 3-ൽ 2 LDF-നാണ്, 1 UDF-നാണ്. 2 സീറ്റിൽ LDF-ന് ജയിപ്പിക്കാം, 1 സീറ്റ് UDF-നും ജയിപ്പിക്കാൻ കഴിയും ഇന്നത്തെ കക്ഷി നില വെച്ച്. അതുകൊണ്ട് ആ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റ് നേരത്തെ തന്നെ മുസ്ലിം ലീഗിന് തന്നിരുന്നു. അതിൽ മാറ്റമൊന്നുമില്ല. സ്ഥാനാർത്ഥി ആരാകണം എന്ന കാര്യത്തിൽ മാത്രമേ തീരുമാനമുണ്ടാകേണ്ടതുള്ളൂ. അതിന് സമയമായില്ലല്ലോ, സമയമാകുമ്പോൾ തങ്ങൾ പറയും എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത്. അത്ര എളുപ്പമുള്ള കാര്യമാണോ അത് എന്നത് മറ്റൊരു വിഷയമാണ്. അതാണിപ്പോൾ UDF-നകത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തത്. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് അങ്ങനെ ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. ആ ചോദ്യം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം 2 രാജ്യസഭാ MP-മാരാണ് ഇപ്പോൾ UDF-നുള്ളത്. ഒന്ന് കോൺഗ്രസിനും മറ്റൊന്ന് മുസ്ലിം ലീഗിനും. PV അബ്ദുൽ വഹാബ് മുസ്ലിം ലീഗിൻ്റേത്, JB മേത്തർ കോൺഗ്രസിൻ്റേത്. 2 അംഗങ്ങൾ മാത്രം രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് UDF-നുള്ളൂ. കോൺഗ്രസിന് 1, മുസ്ലിം ലീഗിന് 1. അതിൽ നിന്ന് ഒന്നുകൂടി ഇപ്പോൾ മുസ്ലിം ലീഗിന് നൽകിയാൽ മുസ്ലിം ലീഗ് 2 ആകും, കോൺഗ്രസ് 1 ആകും. അത് വേണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് പാടില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് അങ്ങനെയല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് വിഭജന ചർച്ചാവേളയിൽ 3 സീറ്റ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. 3 സീറ്റ്. ഒന്നുകിൽ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ആ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടു നൽകണം. അതല്ലെങ്കിൽ കണ്ണൂർ, അല്ലെങ്കിൽ വടകര. ഇതാണ് മുസ്ലിം ലീഗിൻ്റെ ആവശ്യം. കണ്ണൂർ വിട്ടുകൊടുക്കാവുന്നതായിരുന്നു. കാരണം കണ്ണൂരിൽ KPCC പ്രസിഡന്റായ K സുധാകരനാണ് സിറ്റിംഗ് MP. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ സീറ്റ് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കാമായിരുന്നു. അതിന് എല്ലാ അവസരവും കോൺഗ്രസിന് ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റിംഗ് MP-മാരെല്ലാവരും മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട് എന്നും അതുകൊണ്ട് K സുധാകരൻ മത്സരിച്ചേ തീരൂ എന്നും വാശി പിടിച്ചത് കോൺഗ്രസ് നേതൃത്വമാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. മുസ്ലിം ലീഗിനെ വെട്ടാൻ തന്നെയായിരുന്നു എന്നും. അവിടെ K സുധാകരൻ മത്സരിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും ആ സീറ്റ് മുസ്ലിം ലീഗിന് നൽകേണ്ടി വരും. മുസ്ലിം ലീഗ് അവകാശവാദം കടുപ്പിക്കും. അത് ഒഴിവാക്കാൻ കൂടിയാണ് K സുധാകരനെ മത്സരിപ്പിച്ചത് എന്ന് കോൺഗ്രസ് നേതാക്കൾക്കറിയാം. അതുമാത്രമല്ല, കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നവും കൂടി അതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. കാരണം എങ്ങനെയെങ്കിലും K സുധാകരനെ KPCC ഓഫീസിൽ നിന്ന് താഴെ ഇറക്കണം. അതിന് ഏറ്റവും നല്ല വഴി അദ്ദേഹത്തെ കണ്ണൂരിൽ മത്സരിപ്പിക്കുക എന്നതാണ്. ലോക്സഭാ ഇലക്ഷൻ കാലത്ത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം K സുധാകരൻ പ്രസംഗിച്ച് നടക്കുകയാണ് എങ്കിൽ തോൽവി ഉറപ്പാണ്. അത്രമാത്രം ദ്രോഹം ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കോൺഗ്രസിനും UDF-നും എന്ന ചർച്ച കോൺഗ്രസിനകത്ത് തന്നെ ഉയർന്നു വരികയും അദ്ദേഹത്തെ കണ്ണൂരിൽ ഒതുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ആഭ്യന്തര പ്രശ്നം, കോൺഗ്രസിൻ്റെ ആഭ്യന്തര പ്രശ്നവും അതിനകത്ത് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായും മുസ്ലിം ലീഗിനെ വെട്ടാനാണ് കണ്ണൂരിൽ K സുധാകരനെ നിർബന്ധിച്ച് മത്സരിപ്പിച്ചത് എന്ന ചർച്ച മുസ്ലിം ലീഗിനകത്തും ഉണ്ട്. അതുതന്നെയാണ് ഈ 3-ാം സീറ്റ്, രാജ്യസഭയിലേക്കുള്ള 3-ാം സീറ്റ് അത് മുസ്ലിം ലീഗിന് കിട്ടാൻ സാധ്യതയില്ല എന്ന ചർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണവും. അത്തരം ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട ന്യായമായി കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ 2 സീറ്റ് മുസ്ലിം ലീഗിനും 1 സീറ്റ് കോൺഗ്രസിനും എന്ന നിലയിലേക്ക് രാജ്യസഭയിലേക്ക് പോകാൻ പാടില്ല. അത് കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും. കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ് അത് എന്ന രൂപത്തിലൊക്കെയുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നു. UDF കൺവീനറായ MM ഹസനെ, കോൺഗ്രസ് നേതാവ് കൂടിയായ MM ഹസനെ രാജ്യസഭയിലേക്ക് അയക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസിനകത്ത് ഉയർന്നു വരികയും ചെയ്തിരിക്കുന്നത്. ഏതായാലും മുസ്ലിം ലീഗ് പുറകോട്ട് പോകുമോ ഇല്ലയോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എല്ലാ കാലത്തും മുസ്ലിം ലീഗ് ആദ്യം വാശി പിടിക്കുകയും പിന്നീട് പുറകോട്ട് പോവുകയും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്ന ഒരു രീതിയുണ്ട്, വിശാലമായ കാഴ്ചപ്പാട്. ദേശീയ തലത്തിൽ കോൺഗ്രസ്സാണ് ശക്തിപ്പെടേണ്ടത്. ആ വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കുറഞ്ഞ സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്, കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ആ നിലപാട് മാറ്റുകയും ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് ശക്തി പ്രാപിക്കണം, ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് സജീവമായി നിൽക്കണം, പാർലമെന്റിൽ മുസ്ലിം ലീഗിൻ്റെ ശബ്ദം, ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം ഉയരണം, അതുകൊണ്ട് കൂടുതൽ MP-മാർ ഉണ്ടാകണം എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയും അങ്ങനെയാണ് 3 സീറ്റ് എന്ന ആവശ്യം കോൺഗ്രസിന് മുന്നിൽ, UDF-ന് മുന്നിൽ മുസ്ലിം ലീഗ്
വെക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വിശാലമായ കോൺഗ്രസ് താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് 2 സീറ്റ് തന്നെ മത്സരിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചു. ഒരു സീറ്റ്, അടുത്ത ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിന് നൽകാം എന്ന ഉറപ്പ് മുസ്ലിം ലീഗിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അത് ഇപ്പോൾ സമ്മതിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇത് സംബന്ധിച്ച് ഇതുവരെയും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതൊക്കെ സമയമാകുമ്പോൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മുസ്ലിം ലീഗിനെ ഒതുക്കിയത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ ഒരു ഉറപ്പ്, 3-ാം സീറ്റ്, ഒഴിവരുന്ന 3 സീറ്റിൽ 1 സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുന്നു. ഇത് മുസ്ലിം ലീഗിൽ വലിയ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അണികളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത ഒഴിവരുന്ന രാജ്യസഭാ സീറ്റ് ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ്. അതുകൊണ്ടാണ് ഇത്തവണ വിട്ടുവീഴ്ച ചെയ്തത് എന്നാണ്. അത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി ആവർത്തിച്ച് പറയുകയും ചെയ്തത്. നേരത്തെ തന്നെ തീരുമാനിച്ച കാര്യമാണ്, അതിന് യാതൊരു മാറ്റവുമില്ല. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതിലെന്താണ് ഇത്ര തർക്കം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, സാദിഖ് അലി തങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്, മുസ്ലിം ലീഗിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. 3-ാമത്തെ സീറ്റ് മുസ്ലിം ലീഗിന് തന്നെയാണ് എന്ന്. ജയിക്കാൻ കഴിയുന്ന 3 സീറ്റുകളിൽ 1, ഒഴിവരുന്ന 3 സീറ്റുകളിൽ 1 അത് മുസ്ലിം ലീഗിന് തന്നെയാണ് എന്ന്. അതിൽ സ്ഥാനാർത്ഥി ആരാണ് എന്ന് മാത്രമേ തീരുമാനിക്കാനുള്ളൂ എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. എന്നാൽ അന്ന് അങ്ങനെ വാക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, അങ്ങനെ ഉറപ്പ് നൽകിയിട്ടില്ല. അക്കാര്യം ആ സമയത്ത്, ഒഴിവരുന്ന സമയത്ത് സംസാരിക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇനി എന്ത് ചെയ്യും മുസ്ലിം ലീഗ് എന്ന ചോദ്യം ഉയരുന്നു. ഈ 3-ാമത്തെ സീറ്റ് കോൺഗ്രസ് തന്നെ എടുക്കുമോ, അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന് കൊടുക്കുമോ? മുസ്ലിം ലീഗിന് കൊടുത്തില്ലെങ്കിൽ മുസ്ലിം ലീഗ് എന്ത് നിലപാടെടുക്കും? നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ദേശീയ കാഴ്ചപ്പാട്, കോൺഗ്രസ് ശക്തിപ്പെടണം എന്ന് പറഞ്ഞ് അവിടെയും നാണം കെട്ട് മിണ്ടാതിരിക്കുമോ മുസ്ലിം ലീഗ് എന്ന ചോദ്യമാണ് ഉയർന്നത്. അതല്ല, രാജ്യസഭാ സീറ്റ് കിട്ടിയേ തീരൂ എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുമോ മുസ്ലിം ലീഗ്? അഥവാ കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ UDF രാഷ്ട്രീയവും സമാനമായി LDF രാഷ്ട്രീയവും, കാരണം രാജ്യസഭാ സീറ്റ് പ്രശ്നം LDFിലും ചില തർക്കങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് എന്ന കാര്യം മറച്ചു പിടിക്കുന്നില്ല. അത് തർക്കം തന്നെയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. പരസ്യമായി CPI അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ 1 വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് നൽകും എന്നത് LDF തീരുമാനിക്കുമെന്നാണ് LDF നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ആ ചർച്ച അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അത് രമ്യമായി പരിഹരിക്കാൻ LDFിന് കഴിയുമോ? LDFിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ ഇതിനകം തന്നെ ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസ് മുന്നണിയിലേക്ക് വരാൻ. രാജ്യസഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് LDF വിട്ടു പുറത്തു പോകുമോ എന്ന ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. LDFിനെ സംബന്ധിച്ച്, UDFിനെ സംബന്ധിച്ച് എന്തായിരിക്കും കോൺഗ്രസിന്റെ നിലപാട്, രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് എന്തായിരിക്കും മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷവും കേരള രാഷ്ട്രീയം സജീവമായിരിക്കും ഇത്തരം വിഷയങ്ങളിൽ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.